എനിക്കൊരു ഭാഗ്യം ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ആ ആർട്ടിസ്റ്റോട് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ക്യൂട്ടാണ് അവൻ. ആൾക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷെ ചിലപ്പോൾ നടക്കില്ല. തിമിംഗലവും കുരുവി എന്നൊക്കെ പറഞ്ഞൊരു കഥയൊക്കെ അല്ലേ, അതേപോലെയാണ്. ഇനിയൊരു അങ്ങനെ ഒരു സാഹചര്യം നടക്കില്ല. സീരിയലല്ലേ, അത് ഭയങ്കര സിമ്പിൾ ആണ്. അത്ര സിമ്പിൾ അഭിനയം? എനിക്ക് പലപ്പോഴും BP ഡൗൺ ആയിട്ട് ഞാൻ തളർന്നു വീണിട്ടൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്ന ഡയലോഗ്സ് ഒക്കെ എനിക്ക് ഉണ്ടാവുക. അപ്പം ഇതുവരെ ഇനി അങ്ങോട്ടും ഇതുവരെ ചെയ്ത് വെച്ച് ഞാൻ എനിക്ക് ഒരു 3-4 വട്ടം ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ കാലിൻ്റെ റൈറ്റ് കാലിൻ്റെ തള്ളവരില്ല, ഇപ്പോഴും എനിക്കത് ഫീൽ ചെയ്യുന്നു. പക്ഷെ അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ എന്താ പറയുക, നമ്മളത് TV വരുമ്പോൾ അതിൻ്റെ റിസൾട്ട് ആൾക്കാർക്ക് ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു. ഇതൊക്കെ ചെറിയ ചെറിയ സിറ്റുവേഷൻസ്. ഇതിലും കുറേ കാര്യങ്ങൾ അപകടമായ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നന്നായി കാണുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാട്ടും 10 മടങ്ങ് കൂടുതലായിരിക്കും നീ ഒന്നും ആവരുത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ. ആള് മാറി, പുതിയൊരാൾ വന്നു, ഭയങ്കരമായ സൈബർ ബുള്ളിങ് വന്നു. ആ ഒരു ആർട്ടിസ്റ്റിന് മറന്നു പുതിയൊരു ആർട്ടിസ്റ്റ് വന്നപ്പോൾ ആളുമായിട്ട് കമ്പനിയായി ഇങ്ങനെ പോകുന്നു. നിങ്ങൾ എന്തൊരു മനുഷ്യനാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പറയാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. സൈബർ ബുള്ളിങ് ഭയങ്കര രീതിയിലുണ്ടായിട്ടുണ്ട്. എൻ്റെ അച്ഛനും അമ്മേനെ വരെ പറഞ്ഞു. ഇപ്പോൾ റെബക്ക വന്ന സമയത്ത് ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തപ്പം എത്ര ബുദ്ധിമുട്ട് അവൾ ഫേസ് ചെയ്യുന്നുള്ളത് ലൈവായിട്ട് കണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. കുറേ ആൾ കടന്ന് കരഞ്ഞിട്ടുണ്ട് ലൊക്കേഷനിൽ ഈ സൈബർ ബുള്ളിങ് കാരണം. അവർക്കും ഫാമിലി എതിരെ കുറേ സംസാരിച്ച ആൾക്കാർ, പല ഇത്രയും എന്താ പറയുക വൃത്തികെട്ട രീതിയിലുള്ള കമൻസൊക്കെ കാണുമ്പം നമ്മൾ ചിന്തിക്കും എന്ത് ചെയ്ത ആ കുട്ടി എന്ത് തെറ്റി. എനിക്ക് എൻ്റെ ഡ്രീം പ്രോജക്റ്റാണ്, എനിക്ക് കിട്ടിയേക്കുന്ന ഒരു ചാൻസാണ് ചെമ്പണിയിൽ പോകുന്നത്. ആർട്ടിസ്റ്റിന് ബുദ്ധിമുട്ടാകുമ്പോൾ ആർട്ടിസ്റ്റിൽ മാറും. ചിലപ്പോൾ എനിക്ക് നാളെ ബുദ്ധിമുട്ടാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ചെമ്പണിക്ക് വിട്ടേക്കാം. തെറ്റ് ചെയ്യാത്ത ഒരാൾ ഒരിക്കലും ചൂഷണം ചെയ്യാൻ പാടില്ല. നമ്മൾ റിയാക്ട് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ റിയാക്ട് ചെയ്യണം. ഇപ്പോൾ ലൈഫിൽ ഞാൻ പഠിച്ച പാഠങ്ങളിൽ ഒരു മേജർ ഒരു കാര്യമാണ്. ഇപ്പോഴും കുറേ ആൾക്കാർക്ക് നോ പറയാൻ അറിയില്ല. എനിക്ക് പറ്റില്ലെങ്കിൽ ഞാൻ നോ പറയും. അത് ആരോടാണെങ്കിലും ഞാൻ നോ പറയും. എനിക്ക് എൻ്റെ കരിയർ എഫക്റ്റ് ചെയ്തേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ ഒരു ഇൻഡസ്ട്രി ഉണ്ടാകില്ലേ, അങ്ങനെയൊക്കെ വരാം. പക്ഷെ അത് നോ പറഞ്ഞ് നമ്മൾ ശീലിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വോയിസ് എന്നും നമുക്ക് കിട്ടുന്ന ഒരു നാളെ, ഇന്നല്ല എൻ്റെ റിസൾട്ട്, നാളെ എന്ന് വരിക. ഇപ്പോൾ ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന രണ്ട് വ്യക്തികൾ വന്നാൽ, ഒന്ന് ചോയ്സ് ചേട്ടനും രാജു ചേട്ടനും. ഇവർ രണ്ടുപേരും എനിക്ക് അത്രയും എനിക്ക് ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ മോട്ടിവേറ്റർ ആകും. അപ്പോൾ അവരിപ്പം നിൽക്കുന്ന ഒരു ലൈഫ് ഉണ്ടല്ലോ, അത് അവർക്കൊരു വോയിസ്, സ്വന്തമായൊരു വോയിസ് ഉണ്ട്. അതുകൊണ്ടാണ് അവരിപ്പോഴും ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത്. സ്വന്തമായിട്ട് കഴിവിലും കാര്യത്തിലും വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ, സത്യം ഉണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ എത്ര ഇഷ്യൂസ് വന്നാലും എത്ര പ്രശ്നങ്ങൾ വന്നാലും ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ നമ്മൾ എത്തേണ്ടടുത്ത് നമ്മൾ എത്തും. അതുപോലെ ഈ സീരിയൽ അഭിനയം ഭയങ്കര സിമ്പിൾ ആണെന്ന് കാണുന്ന ആളുകളുണ്ട്. കാരണം സീരിയലല്ലേ, അത് ഭയങ്കര സിമ്പിൾ ആണ്. അത്ര സിമ്പിൾ പരിപാടിയാണോ അഭിനയം? അത് ഡിപ്പെൻസ്, സീരിയലിന്റെ ഒരു പാറ്റേൺ പോലെ ഇരിക്കും. ഇപ്പം എൻ്റെ വെച്ച് നോക്കുമ്പം ഇതൊരു സിനിമാറ്റിക് രീതിയിൽ പോകുന്ന ഒരു സീരിയലാണ്. മറ്റു ആർട്ടിസ്റ്റ് മുമ്പത്തെ ഞാൻ കുറേ സീരിയൽ കണ്ടിട്ടുണ്ട്. ജസ്റ്റ് വരുന്നു, കുറച്ച് ഡയലോഗ്സ് പറയുന്നു, സിമ്പിളായിട്ട് വർക്ക് ചെയ്ത് പോകുന്നു. അതിൽ നിന്നും കുറേ വ്യത്യസ്തമായിട്ടാണ് ഇപ്പം വന്ന കുറേ ക്യാരക്ടേഴ്സ്. ഇപ്പം എന്നിൽ തുടങ്ങിയാണെങ്കിൽ ഇപ്പം സെർച്ച് ചെയ്യുന്ന ക്യാരക്ടേഴ്സിൽ സിനിമാറ്റിക് ആണ് എല്ലാം. ഫസ്റ്റ് മുതലേ ഇതുവരെ എല്ലാം സിനിമാറ്റിക് ആണ്. മുമ്പ് ഭയങ്കരമായിട്ട് മേലണെങ്കിൽ പണിയെടുക്കേണ്ട കാര്യങ്ങളില്ല, ചുമ്മാ വന്ന് ഡയലോഗും പറഞ്ഞു പോയാൽ മതി. ഇപ്പം നമ്മൾ അതിന് കൂടുതൽ എഫേർട്ട് ഇടും. ഞാനിപ്പോൾ എൻ്റെ ക്യാരക്ടർ വെച്ച് ഞാൻ പറയുകയാണ്, ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടേണ്ട ഒരു ക്യാരക്ടറാണ്. ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും, ഫൈറ്റ് സീക്വൻസ് ഞാൻ കണ്ടിട്ടില്ല വേറെ സീരിയലുകളൊന്നും. ഞാൻ ഈ സീരിയൽ സ്റ്റാർട്ട് ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടില്ല. ഈ ഒത്ര വർഷങ്ങളിൽ ഇത്രയും സിനിമാറ്റിക് ഫൈറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ സീരിയൽ കാണത്തോളം എനിക്കറിയില്ല, പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ. ഞാൻ എൻ്റെ ഓൺ കോറിയോഗ്രാഫിയാണ് ഫൈറ്റിങ് എല്ലാം. അപ്പം എനിക്കത് എല്ലാത്തിനും എനിക്കൊരു പെർഫെക്ഷൻ വേണം, ഒരു ചേഞ്ച് വേണം. എന്ത് ചെയ്യണം, എല്ലാ കാലവും ഒരുപോലെ സീരിയൽ പാറ്റേണിൽ പിടിച്ച് പോവാതെ കുറച്ചും കൂടെ നമുക്ക് നാച്ചുറൽ ആക്കണം. എനിക്ക് പലപ്പോഴും BP ഡൗൺ ആയിട്ട് ഞാൻ തളർന്നു വീണിട്ടൊക്കെ ഉണ്ട്. അത് അത്രയ്ക്ക് കണ്ടിന്യൂസ് ഷൂട്ടായിട്ടും പിന്നെ എനിക്ക് വരുന്ന പോർഷൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്ന ഡയലോഗ്സൊക്കെ എനിക്ക് ഉണ്ടാവുക. ഇപ്പം സാധാരണ വന്നിട്ട് ഇപ്പം ആക്ച്വലി ഈ രേവതിയുടെ ഒക്കെ ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ അച്ഛൻ്റെ ക്യാരക്ടർ എടുത്തൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു നോർമൽ സംസാരം, അത് നോർമൽ ഡയലോഗ്, മോനെ അങ്ങനെ ചെയ്യണ്ട, ഇങ്ങനെ ചെയ്യണ്ട, നോർമലായിട്ട് വന്ന് സംസാരിച്ചിട്ട് പോകുന്നൊരു വേരിയേഷനാക്കി ആ ഒരു ഡയലോഗും ഒരു എഫേർട്ടും. അതിൻ്റെ 10 ഇരട്ടി ഞാൻ ഷൗട്ട് ചെയ്യണം.
നിങ്ങൾ അങ്ങനെ എന്ത് ചെയ്തു ഇങ്ങനെ എന്ത് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ ആ രീതി അലറണം. ഞാൻ സാറോട് ചോദിക്കും എന്തിനാണ് ഇത്രയും സ്പീഡ് സംസാരിക്കുകയും വേണം, ഷൗട്ടിൽ സംസാരിക്കുകയും വേണം. ഇതാണ് ക്യാരക്ടർ. ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പോഴും എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഒരു മെയിൻ ഒരു സംഭവമാണ് ഈ ഡയലോഗ് ഡെലിവറിയിൽ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുക്കണം. ആ ഒരു സാധനം ആ ഒരു ക്യാരക്ടറിന് അങ്ങനെ കൊടുക്കണം, എന്നാലേ അത് ആൾക്കാരിലേക്ക് എത്തുള്ളൂ. അപ്പം ഇതുവരെ ഇനിയും അങ്ങോട്ടും ഇതുവരെ ചെയ്തേച്ച് വെച്ച് ഞാൻ എനിക്ക് ഒരു 3-4 വട്ടം ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ട്. ഇപ്പൊ പറയുമ്പോഴായിരിക്കും ആളുകൾക്ക് കുറച്ച് അത് മനസ്സിലാവാം അല്ലേ? അത്ര ഒരു ഹാർഡ് വർക്ക് അതിന്റെ പുറകിലുണ്ട്. അതെ, ഭയങ്കരമായിട്ടും. കാര്യം എന്ന് വെച്ചാല് സീരിയലിൽ ഇപ്പം ചോദിച്ചല്ലോ സിമ്പിൾ ആണോ സിനിമയിലെക്കാട്ടോ അല്ലെങ്കിൽ മറ്റൊന്നും കാണാൻ ചെയ്യാൻ സിമ്പിൾ ആണോ? ആയിരിക്കാം, പക്ഷേ ഒരിക്കലും എനിക്ക് അങ്ങനെ അത് സിമ്പിളായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഫസ്റ്റ് വന്ന് തൊട്ട് ഇത് വരെ ഇപ്പോൾ ഉള്ള ടൈം വരെ ഭയങ്കര എഫേർട്ട് എനിക്ക് ഇതിൽ ഇടേണ്ടതുണ്ട്. ഈവൻ ഫൈറ്റ് സീക്വൻസ് സാധാരണ ഒരു സീനിൽ ഞാൻ കണ്ടിട്ടുള്ളത് ചുമ്മാ വന്ന് അടിയൊക്കെ ഉണ്ടാക്കി തള്ളി അല്ലെങ്കിൽ ചെറിയൊരു ഫൈറ്റൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ മലത്തി അടിക്കുക, എടുത്തെറിയുക, അങ്ങനത്തെ രീതിയിലുള്ള ഫൈറ്റ് സീക്വൻസാണ് സിനിമാറ്റിക് രീതിയിൽ ചെയ്യുന്നത്. നമുക്ക് ഈ റോപ്പുകളോ സിനിമയിൽ ഉപയോഗിക്കുന്ന പോലെ റോപ്പുകളോ ഒന്നുമില്ല. നമ്മൾ മാക്സിമം അത് വെയിറ്റ് എടുത്ത് ചെയ്യണം അല്ലേ? നമ്മളത് സംഭവം ചെയ്യാൻ പറ്റാത്തതായിരിക്കാം, പക്ഷെ നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിന്റെ റിസൾട്ട് നല്ല രീതിക്ക് വരും. ചെയ്ത അതിന്റെ ഏറ്റവും 100% ഇത് കിട്ടുന്ന എനിക്ക് തന്നെയായിരിക്കും. ഞാൻ അത്രയും എഫേർട്ട് എടുത്താൽ എനിക്ക് അതിന്റെ 100% കിട്ടും. ഇപ്പൊ കഴിഞ്ഞ ദിവസം എപ്പിസോഡ് കഴിഞ്ഞുള്ളൂ, കല്യാണ മണ്ഡപത്തില് ശാന്തനായി നിൽക്കുന്ന സച്ചി. അപ്പൊ അത് ആൾക്കാരിങ്ങനെ നോക്കി ആണെന്താന്ന് റിയാക്ട് ചെയ്യാത്ത, റിയാക്ട് ചെയ്യാൻ വേണ്ടി പലരും പല സംഭവം ചെയ്യുന്നുണ്ട്. അപ്പം ലാസ്റ്റ് എപ്പിസോഡിൽ ഞാൻ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്നു. വൈഫിനെ പറയുമ്പം അത് കേട്ട് ഇങ്ങനെ കുറെ കൂളാവുന്നു, പിന്നെ അവസാനം പൊട്ടിത്തെറിക്കുന്നു, അടുത്ത എറിയുന്നു, അടിക്കുന്നു, ഇതൊക്കെയാണ്. ഈ ഒരു ക്യാരക്ടർ എനിക്ക് ആകെ കുറച്ച് ഫ്രീഡം, കുറച്ച് റെസ്റ്റ് കിട്ടിയത് ഈ ഒരു ഷൂട്ട് പീരീഡിലാണ്. കാരണം ചുമ്മാ ഇരിക്കുന്ന ഒരു 3-4 ദിവസം എനിക്കുണ്ടായിരുന്നു ആ ടൈമിൽ ഷെഡ്യൂളിൽ. വലിയ എഫേർട്ടുകളില്ല, പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ചെയ്യാൻ എനിക്കുണ്ടായിരുന്നില്ല. മൗനമായിട്ട് നിൽക്കുന്നതായിരുന്നു, സംസാരിക്കില്ല, സംസാരിച്ച് കഴിഞ്ഞാൽ അടി ഉണ്ടാക്കും എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു ആ ഒരു ടൈമിൽ. ഇപ്പോഴും എൻ്റെ കാലിൻ്റെ റൈറ്റ് കാലിൻ്റെ തള്ളവിരൽ ഇപ്പോഴും എനിക്കത് ഫീൽ ചെയ്യില്ല. ഒരു ഫൈറ്റിൽ ഗജാനന്ദൻ എന്നൊരു ക്യാരക്ടറുണ്ട്, ഫുള്ളായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നിലത്ത് കാല് കുത്തി ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ആയതാണ്. ആ ട്വിസ്റ്റ് ആയതിനു ശേഷം ഞാൻ അത് നോക്കിയില്ല, അപ്പം തന്നെ സാർ അടുത്ത ടേക്ക് പോകാന്നുള്ള രീതിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാനത് പോകാമെന്ന് പറഞ്ഞു. അത് ചെയ്ത് ഫൈറ്റെല്ലാം കഴിഞ്ഞ് രാത്രി 2 മണിക്ക് അത് പാക്കപ്പ് ആകുന്നതെല്ലാം കഴിഞ്ഞ് പിന്നെ ആ കാല് വിരല് തൊട്ടിപ്പോൾ നമ്മൾ നുള്ളിയാൽ പോലെ വേദനിക്കില്ലേ ശരീരത്തിൽ, എനിക്ക് കുറേ കാലം അത് അറിയത്തൂലില്ലായിരുന്നു. എനിക്ക് ആ ഒരു ഫീൽ എന്ന് പറഞ്ഞ സാധനം ആ കാലിലുണ്ടായിരുന്നില്ല. പക്ഷെ അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ എന്താ പറയുക, നമ്മളത് ടിവിയിൽ വരുമ്പോൾ അതിൻ്റെ റിസൾട്ട് ആൾക്കാർക്ക് ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു. പക്ഷെ അതിൻ്റെ പിറകിൽ നമ്മൾ എന്തൊക്കെ അനുഭവിച്ചു എന്നുള്ളത് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. ഇതും നമ്മുടെ ക്യാരക്ടറിലേക്ക് വരുമ്പോഴേ ചുറ്റുള്ളൊന്നും ഞാൻ ചോദിക്കാൻ വേണ്ടി നിൽക്കായിരുന്നു. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കുറെ ഇതൊന്നല്ല, ഇതൊക്കെ ചെറിയ ചെറിയ സിറ്റുവേഷൻസ്. ഇതിലും കുറെ കാര്യങ്ങൾ അപകടമായ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാർ ഇടിക്കാൻ പോയിട്ടുണ്ട്, ഇന്നോവയാണ് ഞാൻ ഉപയോഗിക്കുന്നതിൽ. കാർ ഇടിക്കാൻ പോയിട്ടുണ്ട്. ഫൈറ്റ് സീക്വൻസിൽ എനിക്ക് നല്ലൊരു പരിക്ക് പറ്റിയിട്ടുമുണ്ട്, കൈക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഞാൻ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടൊന്നും പറ്റാതെ, ഞാൻ കാരണം ബുദ്ധിമുട്ട് ഒന്നും വരാതെ നോക്കുന്ന ഒരാളാണ് ഞാൻ. ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും അവരെ കംഫർട്ടബിൾ, അവരെ സേഫ് ആക്കിയിട്ട് ഞാൻ ഏത് ഫൈറ്റും കൊറിയോഗ്രാഫ് ചെയ്യാറുള്ളൂ. പക്ഷെ അതിൽ എൻ്റെ ഭാഗത്ത് നിൽക്കുന്ന, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അത് ശ്രദ്ധിക്കാറില്ല. ചില ആൾക്കാർ, എല്ലാവരും അല്ല, ചില ആൾക്കാരെ ശ്രദ്ധിക്കാറില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് കുറേ പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കുറേ കാര്യങ്ങൾ ഇപ്പോഴും എൻ്റെ ശരീരത്തിൽ നിന്ന് പോകാത്ത കാര്യങ്ങളുമുണ്ട്, കുറേ ബുദ്ധിമുട്ടുകൾ. അർജുന സംസാരിക്കുന്ന സമയത്ത് കടന്നു വരുന്ന സാഹചര്യങ്ങൾ വളരെ ക്ലാരിറ്റിയോടെ സംസാരിക്കുന്നു. അതിൽ നിന്ന് എനിക്കും പല കാര്യങ്ങൾ എടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾക്ക് അത് റിലേറ്റബിൾ ആയിരിക്കും. അതെ അതെ, തീർച്ചയായിട്ടും. നമ്മൾ തളർത്താൻ കുറെ ആൾക്കാരുണ്ടാവും. നാളെ ഈ നന്നാവരുതെന്നോ അല്ലെങ്കിൽ ഒന്നും ആവരുതെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ കൂടുതലുണ്ടാവും. നമ്മൾ നന്നായി കാണുന്ന ആഗ്രഹിക്കുന്ന ആളെക്കാട്ടും 10 മടങ്ങ് കൂടുതലായിരിക്കും നീ ഒന്നും ആവരുത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ. ഇപ്പോഴും പോലും നമ്മൾ ഓപ്പോസിറ്റ് ഇഷ്ടംപോലെ ആൾക്കാർ ചിന്തിക്കും, അവളങ്ങനെയൊക്കെ എത്തി, അവള് ഭയങ്കരമായിട്ട് കോണ്ടാക്ട്സ് ഒക്കെ അല്ലെങ്കിൽ ഭയങ്കര ഓൾറെഡി ആളായി മാറി എന്ന് ഇപ്പോഴും മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. തനിക്കും ഒരു സ്ട്രഗിൾ പീരീഡ് ഉണ്ടാവും. അതിന് താൻ വന്ന വഴികൾ എന്തൊക്കെയാന്നുള്ളത് തനിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ നമ്മളിപ്പോൾ എത്ര ചിരിച്ചും കളിച്ചപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ റീലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോഴും സാധാരണ പോസ്റ്റുകളൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോഴും നമ്മളെപ്പോഴും ചിരിച്ചും
അല്ലെങ്കിൽ ഹാപ്പി മൊമെന്റ്സ് ഹാപ്പി മാത്രമേ മൊമെന്റ്സ് ആൾക്കാരെ മാത്രം കാണിക്കുള്ളൂ. പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എനിക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ പോലും എനിക്ക് അതിൽ ഞാൻ അത് പോസ്റ്റ് ചെയ്യില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലും പ്രശ്നങ്ങൾ, എന്തെങ്കിലും സാഹചര്യം കടന്നു പോവുകയാണെങ്കിൽ അത് ഞാൻ അതിൽ കൂടെ അറിയിക്കും ആൾക്കാരില്ല. അപ്പം എൻ്റെ പല ഫാൻസിനോട് ചോദിച്ചിട്ടുണ്ട്, 2 ദിവസം ഞാൻ സ്റ്റോറിയും സ്റ്റാറ്റസ് ഇട്ടില്ലെന്ന് ചോദിക്കും, എന്ത് പറ്റി ചേട്ടാ സ്റ്റോറിയും സ്റ്റാറ്റസ് ഒന്നും കാണുന്നില്ലല്ലോ. അപ്പം ഞാൻ ടോട്ടലി ഡൗൺ ആയിരിക്കുന്ന ടൈം ആയിരിക്കുക. അങ്ങനെ ഇപ്പോൾ കുറച്ച് മുമ്പ് ഇപ്പം നമ്മളെ സീരിയലിൽ ആർട്ടിസ്റ്റ് മാറിയ സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു പീരീഡ് ഉണ്ടായി. എന്ന് വെച്ചാൽ ആൾ മാറി, പുതിയൊരാൾ വന്നു, ഭയങ്കരമായ സൈബർ ബുള്ളിങ് വന്നു. അതിൽ എന്നെ എഫക്റ്റ് ചെയ്തു ഭയങ്കരമായിട്ട്. ആ ഒരു ആർട്ടിസ്റ്റിന് മറന്ന് പുതിയൊരു ആർട്ടിസ്റ്റ് വന്നപ്പം ആളുമായിട്ട് കമ്പനിയായി ഇങ്ങനെ പോകുന്നു, ആൾക്കൊരു കുഴപ്പമില്ല, ആൾ ഓക്കെയാണ്, ഹാപ്പി വിത്തിട്ട് എന്നൊക്കെ പറയുന്ന രീതിയിൽ നിങ്ങൾ എന്തൊരു മനുഷ്യനാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പറയാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. സൈബർ ബുള്ളിങ് ഭയങ്കര രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാനിതിലൊരു പാർട്ടും അല്ല, ഒരു 0% പോലും ഞാനിങ്ങനെ പാർട്ടല്ല. എന്നിട്ട് ഞാനിങ്ങനെ കേൾക്കേണ്ടി വരുന്നു. അപ്പം അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. കുറേയൊക്കെ ഞാൻ കേട്ട് മിണ്ടാതിരുന്നു. പിന്നെ ഒരു ദിവസം ഒരു ടൈമിൽ എനിക്ക് പറയാൻ തോന്നിയൊരു കാര്യമാണ് വെച്ചാൽ എൻ്റെ അച്ഛനും അമ്മേനെ വരെ പറഞ്ഞു. അപ്പം ഞാനൊരു ടൈമിൽ ഞാൻ റിയാക്ട് ചെയ്തു. അത് ഇപ്പം ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഫാൻസിനോട് തന്നെ സംസാരിച്ച് തോന്നുന്നു. ഫാൻസ് മെസ്സേജ് അയച്ചപ്പം ചേട്ടൻ എന്താ അങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചപ്പം ഞാൻ മെസ്സേജ് പറഞ്ഞു. കമൻറ്റിൽ ഞാനും പുതിയൊരു റബേക്ക വന്ന സമയത്ത് ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തപ്പം അതിലൊരു പെർട്ടിക്കുലർ ടൈമിൽ കുറേ ആൾക്കാർ എനിക്കെതിരെ സംസാരിച്ചു. അപ്പം ഞാൻ എന്തോ ചെയ്ത പോലെ താനെന്തോ ഒരു മനുഷ്യനാവുന്ന രീതിയിലൊക്കെ ആൾക്കാർ സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇത് നമ്മളെ എടുത്ത തീരുമാനങ്ങളല്ല. എൻ്റെ കൂടെ ഒരു ആർട്ടിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവളെ കംഫർട്ടബിൾ ആക്കുക എന്നാണ് എൻ്റെ ഞാൻ ചെയ്യേണ്ടതാണ്. ഒരു സ്ത്രീയെ ബുദ്ധിമുട്ടിച്ചു, ആളെ പറഞ്ഞയച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീയെ മോശമായി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് എതിരെ കുറേ സംസാരം വന്നു. അപ്പം ഞാൻ അന്നേരം ചോദിച്ചു, അവരുടെ അടുത്ത് തിരിച്ചൊരു മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലേഡിയാണ്, ഓക്കെ, അവരെക്കുറിച്ച് ഞാനൊന്നും മോശമൊന്നും പറഞ്ഞില്ല, നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അന്നും ഇന്നും നല്ലതേ പറഞ്ഞിട്ടുള്ളൂ. എത്ര ബുദ്ധിമുട്ട് അവൾ ഫേസ് ചെയ്യുന്നുള്ളത് ലൈവായിട്ട് കണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. കുറേ ആൾ കടന്ന് കരഞ്ഞിട്ടുണ്ട് ലൊക്കേഷനിൽ ഈ സൈബർ ബുള്ളിങ് കാരണം. അവർക്കും ഫാമിലി എതിരെ കുറേ സംസാരിച്ച ആൾക്കാർ, പല ഇത്രയും എന്താ പറയുക വൃത്തികെട്ട രീതിയിലുള്ള കമൻസൊക്കെ കാണുമ്പം നമ്മൾ ചിന്തിക്കും, എന്ത് ചെയ്ത ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തു? ഒരു തെറ്റും ആള് വന്നു, ഒരു ആർട്ടിസ്റ്റ് മാറി, പുതിയൊരു ആർട്ടിസ്റ്റ് വന്നു. ഓഫ് കോഴ്സ് ഫാൻസുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഇത്രയും കാലം കണ്ടിരിക്കുന്നത് സച്ചി രേവതി അല്ല, ഇനി ഞങ്ങൾ കാണാൻ പോകുന്നത് വേറൊരാളാണ്. ആ ആളൊന്നും ചെയ്തിട്ടല്ല ഈ ക്യാരക്ടറിലേക്ക് വരുന്നത്. ആളെ വിളിച്ചു, ആളെ വന്ന് ജോയിൻ ചെയ്തു, വർക്ക് ചെയ്യുന്നു, മോശമില്ല അതിൽ ആൾ ചെയ്യുന്നു. അതിന് അവളുടെ എതിരെ സംസാരിക്കേണ്ട കാര്യമല്ല. ശരിയാണ്. ആ കുട്ടിയെ ഭയങ്കരമായിട്ട് കമന്റ് ഇപ്പം ആള് തന്നെ ലൈവിലും പല രീതിയിലും പറഞ്ഞിട്ടുണ്ട്, പല ചാനലിലും ആള് സംസാരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച്. ഭയങ്കരമായിട്ട് സൈബർ ബുള്ളിങ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം കുറേയൊക്കെ ഞാൻ മിണ്ടാതിരുന്നപ്പം പിന്നെ ഞാൻ വിചാരിച്ചത് റിയാക്ട് ചെയ്യാം, ഇത് ശരിയല്ല. ഞാൻ റിയാക്ട് ചെയ്തു. അതിനുശേഷം എനിക്കും കേട്ടു തുടങ്ങി കുറേ പ്രശ്നങ്ങൾ. ഇപ്പം ചേട്ടൻ്റെ ക്യാരക്ടർ മാറി, ചേട്ടനൊരു സെലിബ്രിറ്റി എന്ന രീതി മാറി, അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല കമൻസൊക്കെ വന്നു തുടങ്ങി. ആക്ച്വലി അങ്ങനെയല്ല. അതിൻ്റെ പിന്നാമ്പുറം എന്ന് പറഞ്ഞാൽ എൻ്റെ ഡ്രീം പ്രോജക്റ്റാണ്. എനിക്ക് കിട്ടിയേക്കുന്ന ഒരു ചാൻസാണ് ചെമ്പറി പോകുന്നത്. അതെനിക്ക് എത്ര ചെയ്ത് കാണിക്കാൻ പറ്റുമോ അതാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ കൂടെ അപ്പോൾ ആരോ വരുന്നു, ചിലപ്പോൾ നാളെ ഞാൻ മാറിയേക്കാം. ആർട്ടിസ്റ്റിന് ബുദ്ധിമുട്ടാകുമ്പോൾ ആർട്ടിസ്റ്റിൽ മാറും. ചിലപ്പോൾ എനിക്ക് നാളെ ബുദ്ധിമുട്ടാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ചെമ്പനിക്ക് വിട്ടേക്കാം, വേറൊരു വർക്ക് പോയേക്കാം. അതൊക്കെ ഡിപ്പെൻസ് ഓൺ അവരുടെ കാര്യങ്ങൾ, മാറ്റേഴ്സാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്താലും നല്ല ചെയ്യുന്നൊക്കെ എന്തിനും നെഗറ്റീവ് കമന്റ്സ് വന്നുകൊണ്ടിരിക്കുക. അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി. അപ്പം അതിനുശേഷമാണ് ഞാൻ പറഞ്ഞ ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുക. എത്ര എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ ഫൈറ്റ് സീക്വൻസ് ചെയ്യുന്നത്, എത്ര നമ്മളെ ശരീരം പോലും നോക്കാതെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ അത് ആൾക്കാർ അറിയണമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇട്ടത്. പല ഫാൻസും ഇപ്പം ഫാൻസാണെന്ന് അറിയില്ല, അല്ലാത്ത ആൾക്കാരാണെന്ന് അറിയില്ല, കുറേ വൃത്തികെട്ട രീതിയിലുള്ള ഭാഷകളൊക്കെ എനിക്കും എൻ്റെ ഫാമിലിക്ക് എതിരെ വന്നു. അപ്പം ഞാൻ റിയാക്ട് ചെയ്തു. ഇപ്പം ഞാൻ ചെയ്തിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടാക്കിയിട്ടാണ് ആ കുട്ടി പോയെങ്കിൽ ഓക്കെ, അതിൻ്റെ റീസൺ ഞാനാണ്. എനിക്ക് കേട്ടാലും അതിന് ഞാൻ കേൾക്കേണ്ട ആളാണ്. തെറ്റ് ചെയ്യാത്ത ഒരാൾ ഒരിക്കലും ചൂഷണം ചെയ്യാൻ പാടില്ല. അപ്പോൾ അല്ലാതെ ഒരിക്കലും ഞാൻ സംസാരിക്കില്ല. എനിക്ക് സത്യം മാത്രമേ എനിക്ക് അറിയുന്നതുകൊണ്ട് മാത്രമാണ് ഞാനത് കമൻറ്റ് ചെയ്യുന്നത്. കാരണം അത് പറയേണ്ട അവസ്ഥ എനിക്ക് വന്നു വെച്ചാൽ ഈ റബേക്ക എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഇത്രയും ബുദ്ധിമുട്ട് വന്നപ്പം പറയേണ്ടി വന്നു. കാരണം ഒരു കോ ആർട്ടിസ്റ്റ് എന്ന രീതി ഞാൻ ചെയ്തില്ലെങ്കിൽ
ഒരു മനുഷ്യനായിട്ടൊരു എനിക്ക് തോന്നുന്നു തന്നെ. സത്യം കുറെ പേര് ഇപ്പോഴും ആർട്ടിസ്റ്റുകൾ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പറയാറുണ്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് അതിന് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും. കാരണം ആളുകൾ സൈബർ ആക്രമണം ചെയ്യും. അതുകൊണ്ട് തന്നെ പലപ്പോഴും മിണ്ടാതിരിക്കുന്ന അവസ്ഥയുണ്ട് അല്ലെ, നമുക്ക് സത്യം അറിഞ്ഞിട്ടും. പക്ഷെ ആ സ്ഥലത്ത് അരുൺ ചേട്ടൻ ധൈര്യസമേതം മുന്നിട്ട് പറയാന്ന് പറയണമെങ്കിൽ അതിനൊരു വലിയ കാരണം എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. അല്ല, നമ്മൾ റിയാക്ട് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ റിയാക്ട് ചെയ്യണം. ഇപ്പൊ ലൈഫിൽ ഞാൻ പഠിച്ച പാഠങ്ങളിൽ ഒരു മേജർ ഒരു കാര്യമാണ്. ഇപ്പോഴും കുറെ ആൾക്കാർക്ക് നോ പറയാൻ അറിയില്ല. ഇപ്പം എന്ത് ചോദിച്ചു കഴിഞ്ഞാലും സമ്മതിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ എനിക്ക് പറ്റില്ലെങ്കിൽ ഞാൻ നോ പറയും. അത് ആരോടാണെങ്കിലും ഞാൻ നോ പറയും. ചിലപ്പോൾ അത് എനിക്ക് എൻ്റെ കരിയർ എഫക്റ്റ് ചെയ്തേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ ഒരു ഇൻഡസ്ട്രി ഉണ്ടാകില്ലേ, അങ്ങനെയൊക്കെ വരാം. പക്ഷെ അത് നോ പറഞ്ഞ് നമ്മൾ ശീലിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വോയിസ് എന്നും നമുക്കൊരു എന്താ പറയുക, നമുക്ക് കിട്ടുന്ന ഒരു നാളെ ഇന്നല്ല എൻ്റെ റിസൾട്ട്, നാളെ എന്ന് വരിക. ഈ പുള്ളി അന്ന് അങ്ങനെ പറഞ്ഞായിരുന്നു, പുള്ളിയുടെ സ്റ്റാൻഡ് വ്യക്തമാക്കിയായിരുന്നു, പുള്ളിക്ക് ഒരു സ്റ്റാൻഡ് ഉണ്ട് എന്ന് നാളെ ആൾക്കാർ പറയും. അത് എല്ലാവരും ചെയ്യില്ല. പക്ഷെ ഞാൻ പറയുന്നത് ചെയ്യണമെന്നേ പറയുള്ളൂ. ഇപ്പം സ്വന്തം കാര്യം നോക്കി പോകുന്ന ആൾക്കാരുണ്ട്, ഒന്നും മിണ്ടാതെ സൈലൻ്റ് ആയിട്ട് സ്വന്തം കാര്യം സ്വന്തം ജോലി നോക്കിയിട്ട് പോകുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ റിയാക്ട് ചെയ്യേണ്ട കാര്യമാണെങ്കിലോ ഉറപ്പായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യണം, മിണ്ടാതെ ഒരിക്കലും ഇരിക്കരുത്. അപ്പം നമ്മൾ ഇപ്പോൾ ഈ ഇൻഡസ്ട്രി ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ലൈഫിലാണെങ്കിൽ പോലും നമ്മളത് പറയേണ്ട സമയത്ത് പറയണം. അത് സച്ചി എന്ന് പറഞ്ഞ ക്യാരക്ടറും ഞാൻ തമ്മിൽ ബന്ധം അതാണ് ശരിക്കും വളരുന്നതനുസരിച്ചാണ് ഈ നെഗറ്റീവ് കമന്റ്സ് വരിക. അതെ, ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന രണ്ട് വ്യക്തികൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ടോയ്സ് ചേട്ടനും രാജു ചേട്ടനും. ഇവർ രണ്ടുപേരും എനിക്ക് അത്രയും എനിക്ക് ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ മോട്ടിവേറ്റർ ആണ്. ഇപ്പൊ ഇവര് തുടക്കം മുതൽ ഭയങ്കരമായ സൈബർ ബുള്ളിങ്ങിന് അറ്റാക്ക് വന്ന ആൾക്കാരാണ്. രാജു ചേട്ടനാണെങ്കിലും ടോയ്സ് ചേട്ടനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വന്ന ആൾക്കാരാണ്. അപ്പൊ അവരിപ്പം നിൽക്കുന്ന ഒരു ലൈഫ് ഉണ്ടല്ലോ, അത് അവർക്കൊരു വോയിസ്, സ്വന്തമായൊരു വോയിസ് ഉണ്ട്. അതുകൊണ്ടാണ് അവരിപ്പോഴും ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത്. ഒരു വോയിസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിൽക്കില്ല. ഒരാളെ സപ്പോർട്ട് ചെയ്ത് എത്ര കാലം ജീവിക്കാൻ പറ്റും? സ്വന്തമായിട്ട് കഴിവിലും കാര്യത്തിലും വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ, സത്യം ഉണ്ടെങ്കിൽ, അപ്പം നമ്മൾ എത്ര ഇഷ്യൂസ് വന്നാലും എത്ര പ്രശ്നങ്ങൾ വന്നാലും ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ നമ്മൾ എത്തേണ്ടടുത്ത് നമ്മൾ എത്തും. ഇപ്പം രണ്ടുപേരുടെ പേര് പറഞ്ഞു. ഇപ്പൊ ഈ ഇന്റർവ്യൂ കാണുമ്പോൾ പലർക്കും ഒരു മോട്ടിവേഷൻ ആയിരിക്കും. ഇനി ആൾക്കാർ പറഞ്ഞു, അരുൺ ചേട്ടനെ പറയും അപ്പൊ ഇപ്പോഴും സിനിമയിൽ വരണം, അല്ലെങ്കിൽ ഇതേപോലെ സ്ട്രഗിൾ ആയിരിക്കും, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകാതെ അവരുടെ ഇഷ്ടപ്പെട്ട ജോലി വേണ്ടാന്ന് വെച്ച് പാഷന്റെ പുറകെ പോകുന്ന ഒത്തിരി പേരുണ്ട്. ചിലപ്പോൾ പാഷൻ ഇപ്പോഴും വർഷങ്ങളായിട്ടും സക്സസ് ആവാൻ പറ്റാതെ തിരിച്ചു പോകുന്ന ആളുകളെ നമ്മളെപ്പോഴും നമ്മുടെ ഒരു ഈ ഫീൽഡ് ആയതുകൊണ്ട് ഒത്തിരി ആളുകളെ കാണാം. അവരോട് ശരിക്കും എന്താ ചേട്ടന് പറയാനുള്ളത്? ഇപ്പൊ ഞാൻ ഇരിക്കുന്നത് ഇത്രയും ബുദ്ധിമുട്ടൊക്കെ ഫേസ് ചെയ്ത് വന്നിരിക്കുന്ന ടൈം എത്തണ വരെ കുറേ സ്ട്രഗിളൊക്കെ അനുഭവിച്ച ആളാണ്. പക്ഷെ നാളെ നിങ്ങൾ ടൈം വരും, ഉറപ്പായിട്ടും. നിങ്ങൾ അതിനു വേണ്ടി 100% നിങ്ങൾ അതിനു വേണ്ടി എഫേർട്ട് എടുക്കുന്നുണ്ടോ, ഉറപ്പായിട്ടും അത് ഏത് മേഖലയാണെങ്കിലും നിങ്ങൾക്ക് കിട്ടും. ആഗ്രഹിച്ച് നിങ്ങൾ നേടിയിരിക്കും. അത് നിങ്ങൾ ട്രൈ ചെയ്യുക, നേടും. ഇനി ഒരു സെഗ്മെന്റിലേക്ക് പോവാണേ. ഞാൻ ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റത്തെ ഞാൻ ചോദിച്ചു സിംഗിൾ ഓർ കമ്മിറ്റഡ്. അതിൽ സിംഗിൾ, ഇത് നമ്മുടെ വിജയം, സിംഗിൾ ആണെന്ന് മനസ്സിലായി. സെക്കൻഡ്, ക്രഷ് തോന്നിയിട്ടുള്ള ആക്ട്രസ്. ക്രഷ് തോന്നിയിട്ടുള്ളൊരു ആക്ട്രസ് എനിക്ക് അതിപ്പോൾ പറയുകയാണെങ്കിൽ എനിക്ക് ഒരു ആക്ട്രസ് ഉണ്ട്. പക്ഷെ അത് അഭിനയത്തിൻ്റെ ഒരു ക്രഷാണ്. എനിക്ക് അനുഷ്കയെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു അഭിനയത്തിൻ്റെ രീതിയിലൊരു ക്രഷാണ്. ഈ ബാഹുബലിക്ക് ചെയ്ത സമയത്ത് എനിക്ക് അത്ര ദേവസേന എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനോട് എനിക്ക് ഭയങ്കരമായിട്ടൊരു ഈ പ്രഭാസ് ഇവരൊരു കോമ്പോ ഉണ്ടല്ലോ, കട്ടക്ക് നിൽക്കുന്നൊരു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കൊരു ഭാഗ്യം ഉണ്ടാകുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ആ ആർട്ടിസ്റ്റിനോട് ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലും കാണുകയാണെങ്കിൽ അത് നേരിട്ട് പറയണം. ഇത് വേറെ ഒന്നുമല്ല, പ്രേമോ കാര്യമൊന്നുമല്ല, ഭയങ്കര ഇഷ്ടം. ആ ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ പുള്ളിക്കാരത്തി ചെയ്യുന്ന ഒരു എന്താ പറയാ ഒരു ആ ദേവസേന എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിൽ. ഭയങ്കര ക്യൂട്ടാണ് അവർ. അപ്പൊ ആ ഒരു കാര്യത്തിൽ എനിക്ക് ആളോട് ഭയങ്കര ഒരു സ്നേഹം കൂടുതലുണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും ഒരുമിച്ച് അഭിനയിക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, റിയൽ ലൈഫില് കഴിച്ചതിൽ വെച്ചിട്ട് ഒരു വിയർഡ് ഫുഡ്? അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ ഈ ബീഫ് എന്ന് പറയുന്ന ഫുഡ് ഒരു ടൈമില് പച്ചക്ക് കഴിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അങ്ങനെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഈ പച്ചക്ക് ഞാൻ ട്രൈ ചെയ്താണ്. അതിനുശേഷം എനിക്ക് ഒരു അലർജി വന്നു. ഈ പച്ച കഴിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര അലർജി പ്രശ്നം, ഭയങ്കര ശരീരം മൊത്തം റെഡ് കളറായി, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നു.
പക്ഷെ അതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ഒരു പേടി, അത് ഫുള്ളി വേവിച്ച് കഴിച്ചാലും എനിക്കത് ബുദ്ധിമുട്ടാവുന്ന ഒരു പേടി. അതോടെ ഞാനത് ഒരു ടൈം വരെ സ്റ്റോപ്പ് ചെയ്തായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞു അതിനൊന്ന് മാറി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം അന്നെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ചോരത്തിരപ്പുള്ള ടൈമാണ്, എന്ത് വേണേൽ കഴിക്കാം, എന്ത് വേണേൽ ചെയ്യാം. ആ ഒരു രീതിയിൽ കഴിച്ചു നോക്കിയതാ. കഴിക്കുന്ന ആൾക്കാർ ബാംഗ്ലൂരുണ്ട്. അപ്പം ആ രീതി ഞാനും കൂടെ ഒന്ന് അവരെ കൂടെ ഒന്ന് കഴിക്കാൻ വേണ്ടി നിന്നു. കഴിച്ചപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനുശേഷം ശരീരം മൊത്തം റെഡായി. ഈ കൃഷ്ണൻ നീലെ കുളിച്ചു എന്ന് പറഞ്ഞ പോലെ ഞാൻ മൊത്തം റെഡി കുളിച്ചു, ശരീരം മൊത്തം റെഡായി പോയി. പിന്നെ ഞാൻ കാണിച്ചു, അപ്പോൾ ഇതൊരു പോയിസൺ ആയതാണ്. അത് ആ ഒരു ബീഫിനത്തിൽ എന്തോ ഒരു പോയിസൺ എൻ്റെ ശരീരത്തിൽ കയറി. അങ്ങനെയാണ് എനിക്ക് ഫുൾ കംപ്ലീറ്റ് റെഡായി മാറി. പിന്നെ എനിക്കതുകൊണ്ട് പേടിയായി. ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ? ആൾക്കാരൊക്കെ ചിലപ്പോൾ ചിന്തിക്കായിരിക്കും വലിയ വലിയ സ്ഥലങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ എനിക്ക് കൂടുതലും താല്പര്യം ഈ ജമ്മു കാശ്മീരാണ്. ഞാൻ പോയിട്ടുള്ളത് മണാലിയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് ഒരു ടൈമിൽ ഞാൻ പോയ സമയത്ത് ഒരു 10-15 ദിവസത്തേക്കുള്ളൊരു ട്രിപ്പായിട്ട് പോയതാണ്. പക്ഷെ അവിടെ പോയപ്പോൾ പിന്നെ എനിക്ക് അവിടെ തിരിച്ച് പോരാൻ തോന്നില്ല. അവിടെ തന്നെ സത്യം, ഈ ഫോണ് റേഞ്ച് ഇല്ല, അല്ലെങ്കിൽ ആരെ ഒരു ഡിസ്റ്റർബൻസ് ഇല്ല, ഫുൾ കംപ്ലീറ്റ്ലി പീസായിരുന്നു. ഇപ്പം ഞാൻ ആ ഒരു 15 ദിവസം മാറി ഡേറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പം എൻ്റെ കൂടെ വന്ന ആൾ ചോദിക്കുക, അല്ല തിരിച്ചു പോകണ്ടേ? ഞാനില്ല, ഞാൻ ഇവിടെ നിൽക്കുക. അപ്പം ജമ്മു കാശ്മീർ ടോപ്പിൽ കർത്തോങ്കൽ പ്ലാസ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അന്ന് ഭയങ്കരമായിട്ട് മഞ്ഞ് വീഴ്ചയാണ്, എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പം ആ ഒരു ഏരിയയിലേക്ക് ബൈ റോഡ് ഫ്രം ഹിയർ കേരള ടു ജമ്മു കാശ്മീർ കർത്തോങ്കൽ പ്ലാസ വരെ പോകണം എന്നൊരാഗ്രഹം, ഭയങ്കര സ്വപ്നമാണ്. അരുൺ ചേട്ടന്റെ ഒരു ഷൂട്ടില്ലാത്തൊരു ദിവസം അതെങ്ങനെയായിരിക്കും? ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ശരിക്കും. ഫസ്റ്റ് ഡേ ആണെങ്കിൽ, വീട്ടിൽ വന്നിട്ട് ഫസ്റ്റ് ഡേ ആണെങ്കിൽ ഫുൾ കംപ്ലീറ്റ് വന്ന റെസ്റ്റ് ആയിരിക്കും. പിന്നെ എല്ലാം ഒന്ന് നോർമലി ആയ ഒരു ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ മോർണിംഗ് നേരത്തെ എണീക്കും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അശ്വിൻ എന്നാണ് ആളുടെ പേര്, മാഷാണ്. അവനെ വിളിക്കും, അല്ല അവൻ എന്നെ വിളിക്കും, പോവാ എങ്ങോട്ടെങ്കിലും നമ്മൾ പോവാന്ന് പറഞ്ഞ ട്രിപ്പായിരുന്നു. കൂടുതൽ എൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഫോറസ്റ്റ് ഏരിയ, ട്രെക്കിങ്, ഇതൊക്കെയാണ് എൻ്റെ മെയിൻ ഹോബീസ്. അപ്പോൾ വണ്ടി എടുക്കും, മറ്റേ ഈ നീലാകാശം പച്ചക്കറിൽ ചുവന്നു പോയി എന്ന് പറഞ്ഞ പോലെ, നിന്റെ ക്യാഷ് ഉണ്ടോ, പെട്രോൾ അടിക്കാൻ പൈസ ഉണ്ടോ, ഞാനുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പൊ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞങ്ങൾ ആ ഒരു ട്രിപ്പ്, അങ്ങനത്തെ ട്രിപ്പ് പോയി വന്നിട്ടുള്ളൂ. മൈസൂർ വരെ പോയി കറങ്ങി അടിച്ച് ജസ്റ്റ് ഒന്ന് വയനാട് ചായ കുടിക്കാൻ പോയതാ. ആ പോക്ക് അങ്ങ് പോയി മൈസൂർ, ഗുണ്ടൽപേട്ട്, കർണാടക മൊത്തം കറങ്ങിയിട്ടാണ് തിരിച്ചു വന്നത്. അത് പറഞ്ഞ പോലെ ബോറടിക്കുന്നു, ചായ കുടിക്കാനോ എന്തെങ്കിലും പോവാൻ ചായ കുടിയാണ് മെയിൻ. ഇപ്പൊ വീട്ടുകാർ ചോദിക്കും എങ്ങോട്ട് പോണേ, ചായ കുടിച്ചു തരാം. എവിടെ പോണേ? ഒന്ന് വയനാട്ടിലോ ഒന്ന് അവിടെയോ. ഇതിനു വേണ്ടി നീ അവിടെ വരെയൊക്കെ പോകണമെന്ന് ചോദിക്കും. സംഭവം കുറെ ആൾക്കാർ അങ്ങനെ ജീവിക്കുന്ന ശൈലി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ എന്നെ പോലെ ഒരാൾക്ക് ഇപ്പൊ ഈ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് എത്തിയതിനു ശേഷമാണ് എനിക്ക് ഇതൊക്കെ കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. കിട്ടുന്ന ഒരു 10 ദിവസം ആണെങ്കിലും അല്ലെങ്കിൽ എനിക്ക് നാട്ടിൽ വരുന്ന കുറച്ച് ദിവസമാണ് കൂടുതൽ പീസ് ആവാൻ പറ്റുന്നത്. കുറെ ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് അല്ലെ, ഒന്നും ചിന്തിക്കാതെ അങ്ങനെ കൂടെ ഒരാൾ വരാം, അല്ലേ, ചായ കുടിച്ച് എല്ലാം. അതാണ് എന്റെ ലൈഫ്. ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് അതാണ്. പറയാത്ത പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ പലരും അറിയാത്തൊരു സ്റ്റോറി എന്റെ ലൈഫിലുണ്ട്. ചിലപ്പോൾ ആൾക്കറിയാം, നല്ല ആൾക്കറിയാം. പിന്നെ ഞാൻ എൻ്റെ എന്താ പറയുക, ഈ ഒരു ഇതില്ലെങ്കിൽ പോകുന്നത് കൊണ്ട് ആളും കുറച്ച് ബിസിയാണ്. നമ്മളങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നാളെ ഇങ്ങനെ എത്തണം എന്നൊന്നും പറഞ്ഞില്ല. ആൾക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷെ ചിലപ്പോൾ നടക്കില്ല എന്നുള്ളൊരു എന്താ പറയുക, ഈ ഇപ്പം 96 പറഞ്ഞ പോലെ തിമിംഗലവും കുരുവി എന്നൊക്കെ പറഞ്ഞൊരു കഥയൊക്കെ അല്ലേ, അതേപോലെയാണ്. ആൾക്കും, എനിക്ക് തോന്നുന്ന ആൾക്കും താല്പര്യമുണ്ട്. എൻ്റെ മനസ്സിലും ഇങ്ങനെ സംഭവം മുമ്പ് ഉണ്ടായിരുന്നു, പുള്ളിക്കാരത്തേക്ക് അറിയാം. പക്ഷെ ഇനിയൊരു അങ്ങനെ ഒരു സാഹചര്യം നടക്കില്ല. സിനിമയുടെ ഒരു കഥ പറയണ പോലെ വെറുതെ അപ്പൊ ഒത്തിരി പ്രപ്പോസൽസ് കിട്ടിയിട്ടുണ്ടാവല്ലോ, മറക്കാൻ പറ്റാത്തൊരു പ്രപ്പോസൽ ഉണ്ടോ? അതിപ്പോ ഞാനിപ്പോ ഈ ഇൻഡസ്ട്രിയിൽ വന്നപ്പോഴല്ല, ഇൻഡസ്ട്രിയിൽ വരുന്നതിനൊക്കെ മുമ്പ് പലരും ഇപ്പൊ ചാക്കോച്ചന്റെ ഒക്കെ കാലത്ത് ഇപ്പൊ ഈ സിനിമ കയറിയ സമയത്ത് ബ്ലഡ് കൊണ്ട് എഴുതിയിട്ട് ലെറ്റർ ഒക്കെ കൊടുത്തു എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാനത് എൻ്റെ +2 കാലഘട്ടത്തിൽ എനിക്കത് കിട്ടിയിട്ടുണ്ട്. ഞാൻ +2 പഠിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്.
ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്ക് അന്ന് ഈ പ്രേമത്തിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത കക്ഷിയായിരുന്നു. ഇനി ചുമ്മാ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കറങ്ങി നടക്കുക, മോസ്റ്റ്ലി ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഇങ്ങനെ ചുറ്റി കറങ്ങുക, അതാണ് മെയിനായിരുന്നു. അപ്പോൾ ആള് ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ട്, ക്ലാസ്സിൽ പഠിക്കുന്ന വേറെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു ഈ ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനത് അറിഞ്ഞു. നമ്മളത് നമുക്കൊന്നും എനിക്ക് താല്പര്യമില്ല, സ്യൂട്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അത് ഒഴിവാക്കി, നല്ല രീതിയിൽ പറഞ്ഞ് ഒഴിവാക്കി. പിന്നെ ഒരു ദിവസം എനിക്ക് കാണുന്നത് ഒരു പേപ്പറിൽ ആൾ കൊണ്ടു കൊടുത്തേക്കാണ്, ലെറ്റർ എഴുതി കൊടുത്തേക്കുന്നു. ഞാൻ നോക്കുമ്പോൾ എൻ്റെ പേര് ബ്ലഡിൽ എഴുതിയിട്ട് കയ്യിൽ എന്താക്കിയെന്ന് അറിയില്ല, പൊട്ടിച്ചിട്ട് ബ്ലഡിലുണ്ട് അരുൺ ലാവു എന്ന് എഴുതിയിട്ട് ആ പേപ്പറിൽ എനിക്ക് കൊണ്ട് തന്നേക്കുന്നു. അപ്പം നാളെ നമ്മയൊക്കെ അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ് അച്ഛനും അമ്മയൊക്കെ. അപ്പം നമ്മൾ ഗേൾ ഫ്രണ്ട് ഒന്നുമല്ല. അപ്പം അച്ഛൻ അമ്മ എന്ന് പറഞ്ഞ ആൾക്കാർ ഇല്ലാതെ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ നമുക്കുണ്ടാകും. അത് മറികടന്ന ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അപ്പം ജീവിക്കുന്ന ആ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ആളില്ലെങ്കിൽ, ഇപ്പം എനിക്കിപ്പം ഒരാളിഷ്ടമാണ്, ആ ആളെ കിട്ടിയില്ല എന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകില്ല. അപ്പം ഞാൻ ആ സമയത്ത് ഞാൻ ആളോടിങ്ങനെ ഇങ്ങനെ ചെയ്യരുത്, ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പം അന്ന് എൻ്റെ ടോക്ക് തന്നെ കുറേ സീരിയസ് ആയിട്ട് സംസാരിക്കാം അന്നും. അപ്പം ഞാൻ മോളെ, ഇപ്പം നമ്മൾക്ക് അച്ഛനും അമ്മയ്ക്ക് ഇല്ലാത്ത കാലഘട്ടം വരുമ്പോൾ നമ്മൾ ജീവിക്കുന്നുണ്ട് മുന്നോട്ട്. പിന്നെ എന്തുകൊണ്ട് ഞാനില്ലെങ്കിൽ എനിക്കെന്താ കുഴപ്പം? നാളെ വേറെ ആൾ വരും, കല്യാണം കഴിക്കും, ജീവിക്കും, അതങ്ങനെ പോകും. അതൊരു ലൈഫിൻ്റെ പാട്ട്, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ ആളെ സമാധാനിപ്പിച്ച് കൂളാക്കി. ഗുഡ് തിങ് ടേക്ക് ടൈം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ആള് കറക്റ്റ് ടൈം നമ്മുടെ മുൻപിലെത്തും. വരും, ഞങ്ങൾ കാത്തിരിക്കുന്നു എന്നൊക്കെ.